വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കലാസദൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി വേളയിൽ ഒരു കലാകാരി എന്ന നിലയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിന് നമ്മൾ പലപ്പോഴും കേട്ടേക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് കല? എപ്പോഴും കൂടുതൽ നല്ല നല്ല ഉത്തരങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നല്ല വലിയൊരു ചോദ്യമാണ് എന്താണ് കല എന്നുള്ളത്. നമ്മളെല്ലാം ഏറ്റവും മിനിമലായിട്ട് പറയുവാണെങ്കിൽ ചെയ്യുന്ന ആൾക്കും പ്രേക്ഷകർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം കല. ഇന്ന് ജോണച്ചനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ആൻഡോച്ചൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം MCBSൻ്റെ ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാമിന് തന്നെ പോയുള്ള പരിചയമായിരുന്നു. നീണ്ട ഒരു വർഷക്കാലമായിട്ട് നല്ലൊരു പരിചയവും സ്നേഹവും ഒക്കെ സപ്പോർട്ടും ഒക്കെ തീർച്ചയായിട്ടും ജോൺസൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ വേളയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കൂടുതലായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ദിവസങ്ങളെല്ലാം ചെറിയ തിരക്കുകളിൽ പെട്ടു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഇവിടെ ഞാൻ കേട്ടു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് MCBS അച്ഛന്മാർക്ക് ഇങ്ങനെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ തേവര കലാസദനിൽ നിന്ന് പഠിച്ചു പോയ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ടേക്ക് ഇനി ഇവിടെ നല്ല പല വിധത്തിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ആൾക്കാർ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അറിയപ്പെടുന്നവരായിരിക്കും. തീർച്ചയായിട്ടും ലോകം കലാസദൻ എന്ന പേരിൽ കൂടി തന്നെ അറിയപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ വാർത്തെടുക്കാനായിട്ട് ഈ കലാസദനം സാധിക്കും എന്ന ഉത്തമ ബോധ്യമുണ്ട് എനിക്ക്. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരുന്നു സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു കുറച്ച് അനുഭവങ്ങളോട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നൊരു കലാകാരിയായിട്ട് എന്നെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നത് എനിക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമെന്ന് തോന്നുന്നു, ബൈ ബർത്ത് തന്നെ എനിക്ക് 2 കൈകളുമില്ല. അപ്പോൾ ഞാൻ പഠിച്ച് വളർന്നതൊക്കെ ചങ്ങനാശ്ശേരിയിലുള്ള SD സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സി ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പം ഞാനിതിവിടെ പറയാനായിട്ട് കാരണം നമ്മൾ കല അല്ലെങ്കിൽ ഇപ്പം ജോണച്ചനും സൂചിപ്പിച്ചിരുന്നു, നമുക്കെപ്പോഴും പെട്ടെന്ന് വേണം, അത് യുവതലമുറ എന്നില്ല, ആർക്കുമില്ല, നമുക്കെല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നമ്മളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം 2 കൈകളുമില്ല. ഇതിപ്പോൾ ഞാനുണ്ടായ സമയത്ത് എൻ്റെ പപ്പയുടെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടി എങ്ങനെ ജീവിക്കും എന്നുള്ളത്. എൻ്റെ അടുത്ത് എല്ലാവരും നിരന്തരം എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു ചോദ്യമാണ് എങ്ങനെ എന്നുള്ളത്. അപ്പോൾ പലയിടത്തും ഇങ്ങനെയെന്ന് പറയാനായിട്ടൊരു ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയത് തീർച്ചയായിട്ടും നിരന്തരമായിട്ടുള്ളൊരു പരിശ്രമം തന്നെയാണ്. ഇപ്പോൾ 2 കൈയില്ലാത്തൊരു കുട്ടി കാലുകൊണ്ട് വരയ്ക്കുക, കാരണം നോർമലി നമ്മളങ്ങനെ ഒരു കാഴ്ച കാണാറില്ല. കാലുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അല്ലെങ്കിൽ കാലുകൊണ്ട് വരയ്ക്കുന്നു എന്നൊരു കാഴ്ച നമ്മളും കാണാറില്ല. അപ്പോൾ ഇങ്ങനെ 2 കൈകളും ഇല്ലാതിരുന്ന നടക്കാനായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷൂ കയറ്റിയിടാനായിട്ടോ മാത്രം ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു പന്ത് തട്ടാൻ മാത്രം ഉപയോഗിക്കാവുന്ന എൻ്റെ കാലുകളെ കൈകളാക്കി മാറ്റാനായിട്ടുള്ള ഒരു അറിവ് എനിക്ക് പകർന്നു തന്നത് മേഴ്സി ഹോമിലുള്ള സിസ്റ്റർ മരിയല്ലയാണ്. അപ്പം ഞങ്ങൾ ഈ SD സിസ്റ്റേഴ്സിനെ അമ്മയെന്നാണ് വിളിക്കാറ്. അപ്പം മരിയല്ല അമ്മയാണ് എൻ്റെ കാലിൽ ആദ്യമായിട്ട് പെൻസിൽ വെച്ച് തരുന്നതും കാലുകളെ കൈകളാക്കാം എന്നൊരു കാര്യം പറഞ്ഞു തരുന്നതും. ഇന്നിപ്പം ഞാൻ MFP എന്ന് പറയുന്ന വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു അസോസിയേഷൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ചിത്രപ്രദർശനങ്ങളോ പല കാര്യങ്ങളും എനിക്ക് കാലുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് വളർന്നു വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമങ്ങളിലൂടെ മാത്രമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കലയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരിക്കലും പൂർണ്ണമായും പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. പ്രത്യേകിച്ച് കലയ്ക്ക് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം അത് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൂടുതൽ പരിശ്രമവും കൂടുതൽ സമയവും നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മളിവിടെ സ്റ്റുഡൻസ് ഉണ്ട്, പലവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പല പ്രായക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട്
ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നല്ല രീതിയിൽ തന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. കൂടുതൽ കൂടുതൽ നമ്മൾ ചെയ്യുന്നതോടെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകും എന്നുള്ളൊരു സത്യമാണ് ഈ കലയെ സംബന്ധിച്ചുള്ള. അല്ലാണ്ട് പൂർണ്ണമായും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയില്ല. എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം കൂടുതൽ പെർഫെക്റ്റായി വരും എന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഓരോ കലകൾക്കും ഉള്ളത്. പിന്നെ നമ്മൾ ഏറ്റവും വലിയ കല അല്ലെങ്കിൽ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കല നമ്മളായിരിക്കുന്ന രീതിയിൽ നമ്മളത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും നമ്മുടെ പ്രേക്ഷകരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നമ്മളുടെ ഉള്ളിലുള്ള ഇൻബോണായിട്ടുള്ളൊരു ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണ്. ഒരിക്കലും അതൊരു ലഹരീനെ കൂട്ടുപിടിച്ചോ, അങ്ങനെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു ലഹരീനെ കൂട്ടുപിടിച്ചോ അല്ലെങ്കിൽ മറ്റ് പല മാർഗങ്ങളിൽ കൂടി ഒരിക്കലും ആരും കലയെ മോശമാക്കാൻ ശ്രമിക്കരുത്, കലയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നുള്ളൊരു ചെറിയ സന്ദേശമാണ് എനിക്ക് പകർന്നു തരാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നിവിടെ ഒരു ഉദ്ഘാടകയായിട്ട് വരാൻ സാധിച്ചതിലും ഇങ്ങനെ ഒരു കലാസദൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.